വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കോയമ്പത്തൂർ ആദിയോഗിയിൽ പോയ വിശേഷങ്ങളാണ്. സൺഡേ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാനിൽ അങ്ങോട്ട് പോയി. അങ്ങനെ ഉണ്ടായേ. അവിടെ ചെന്നിട്ട് ഭയങ്കര വൈബായിരുന്നു. അത് നമുക്ക് വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അത്രയും നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു ആ ഒരു സ്ഥലത്തിൻ്റെ. ഭയങ്കര ഭയങ്കര വേർത്തായി ആ ട്രിപ്പ്. നമ്മൾ ഉച്ച സമയത്ത് പോയതുകൊണ്ട് നമുക്ക് സഞ്ചാരി ഷെഫ് പിള്ള പാലക്കാട് പോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. സൂപ്പർ ഫുഡായിരുന്നു. വെജ് മീൽസ് ആയിരുന്നു ഞങ്ങൾ കഴിച്ചത്. പിന്നെ നമ്മുടെ EV വണ്ടി ആയതുകൊണ്ട് അവിടെ തന്നെ ചാർജ് ചെയ്യാനും പറ്റി. നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ച് അവിടെ കോയമ്പത്തൂർ എത്തിയപ്പോഴത്തേനും ഒരു 4:30 ആയിരുന്നു കേട്ടോ. അപ്പോൾ 7 മണിക്ക് അവിടെ ലൈറ്റ് ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് യൂട്യൂബ് വഴിയൊക്കെ. അപ്പോൾ ലൈറ്റ് കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിന്നത്. പക്ഷേ അപ്പോൾ 4:30 എത്തി. 7 മണി വരെ എങ്ങനെ ആക്കും നമ്മൾ സമയം എന്ന് വിചാരിച്ചിങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ചെന്നിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അവിടുത്തെ വൈബ്, അവിടെ നമുക്ക് പോരാൻ തോന്നുന്നില്ല. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു 10 രൂപ കൊടുത്ത് കാളവണ്ടിയിൽ കയറി. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. കാളവണ്ടി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കാളവണ്ടിയിലൊക്കെ കയറി. കുറച്ചുകൂടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ കുളിച്ച് ശിവലിംഗം തൊടാനായിട്ട് അങ്ങനെ കുറേ മെഡിറ്റേഷൻ ഉണ്ട്. ഭയങ്കര രസമുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അങ്ങോട്ടൊന്നും ഫോൺ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നുമില്ല. പക്ഷെ ഭയങ്കര വൈബാണ്. അവിടെ പോയിട്ട് നമുക്ക് ഭയങ്കര വർത്താണ് ആ ഒരു വിസിറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ കാളവണ്ടി എക്സ്പീരിയൻസ് ചെയ്ത് 10 രൂപയുള്ളൂ. പിന്നെ അങ്ങോട്ട് പോകാനായിട്ട് EV ഉണ്ട് കേട്ടോ. അതിന് 30 രൂപയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഓടിപ്പിടിപിടുത്താണ്. പെട്ടെന്ന് നമ്മുടെ 7 മണിയായി. ലൈറ്റ് കാണാൻ വന്നു. ലൈറ്റ് ഒരു രക്ഷയില്ല. അമ്മോ, അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെ ഒരു സംഭവമാണ്. ഭയങ്കര സൂപ്പറായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞു പോയല്ലോ എന്നായിരുന്നു. ഇനി അത് 4:30 അല്ലായിരുന്നു എത്തണം. നമ്മൾ രാവിലെ എത്തിയിരുന്നെങ്കിൽ അത്രയും നേരം കൊണ്ട് നമുക്ക് ആ സ്ഥലത്ത് ഇരിക്കാമല്ലോ എന്നായിരുന്നു. പിന്നെ അതുപോലെ തന്നെ EVയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ചാർജ് ചെയ്യാൻ പറ്റും. സിയോണിൻ്റെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ രാത്രി 1 മണിയൊക്കെ ആയി. നമ്മൾ വേഗം വീട്ടിലേക്ക്